ഹലോ നമസ്കാരം എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് ഒക്കുപേഷണൽ തെറാപ്പി ആക്ടിവിറ്റീസാണ് പങ്കുവയ്ക്കുന്നത്. ഇത് ഐ ഹാൻഡ് കോർഡിനേഷനും ഫിംഗർ ഗ്രിപ്പിങ്ങും ബാലൻസിങ് അതെല്ലാം ഇമ്പ്രൂവ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വീഡിയോ നോക്കാം. ഇവിടെ കുറച്ച് ഇതിൽ ഈ സംഭവം കൊണ്ട് സെൻസറി ഇഷ്യൂസും ഡൗൺ ആവുന്നുണ്ട്. സെൻസറി ഇഷ്യൂസ് ഉള്ള കുട്ടികൾക്കൊക്കെ ഇത് നല്ലതാണ്. ഇപ്പം ഒരു ഇതിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ റവയോ മണ്ണോ അല്ലെങ്കിൽ എന്തെങ്കിലും മാവ് ആട്ടാമാവോ അല്ലെങ്കിൽ അരിപ്പൊടിയോ എന്തെങ്കിലും കുറച്ച് അത് എടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് സാധനങ്ങൾ കുറച്ച് ബീഡ്സും അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ക്രയോൺസ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. അത് കുഞ്ഞിനെ കൊണ്ട് എടുത്ത് സെപ്പറേറ്റ് ആക്കി വയ്ക്കാനായിട്ട് പറയുക. അപ്പോൾ അതിൽ കൂടെ ടച്ച് റവയുടെ ടച്ചിങ് ആ സെൻസേഷനും സെൻസറി ആയിട്ടുള്ള വിഷ്വൽ സെൻസറി എല്ലാം ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ആദ്യം കുറച്ച് വലിയ ബീഡ്സുകൾ വേണം ആദ്യം ഇട്ട് കൊടുക്കുക. പിന്നീട് ഇതിലോട്ട് ചെറിയ ഇപ്പോൾ പയറാണ് എടുക്കുന്നത്. കുഞ്ഞിനെ കൊണ്ട് പയർ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഇതുപോലത്തെ വലിയ ബീഡ്സ് ഇട്ട് കൊടുത്താലും മതി. അത് കഴിഞ്ഞ് കുഞ്ഞ് നല്ലതായിട്ട് ചെയ്ത് തുടങ്ങി ഇതുപോലെ ചെറിയ പയറുകളോ അല്ലെങ്കിൽ കടല അങ്ങനത്തെ കുറച്ച് പയർ അങ്ങനത്തെ ഇനങ്ങൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുഞ്ഞിനെ സോർട്ട് ചെയ്യാനായിട്ട് പറയുക. ഇപ്പം മോന് കുഞ്ഞ് പയറുകളാണ് എടുത്തിടുന്നത്. അപ്പോൾ ഇതിലോട്ട് വിഷ്വൽ ട്രാക്കിങ്ങും കുഞ്ഞത് ശ്രദ്ധിച്ച് ഐ കോണ്ടാക്റ്റൊക്കെ ഇമ്പ്രൂവ് ആകാനൊക്കെ ഈ ആക്ടിവിറ്റി കൊണ്ട് സാധിക്കുന്നു. പിന്നെ ഇതിനിടയിൽ തന്നെ നമ്മൾ ഈ ക്രയോൺസൊക്കെ കുഞ്ഞിനെ കൊണ്ട് എടുപ്പിച്ചിട്ട് ഇതെന്തിനാണ് എന്നൊക്കെ ചോദിച്ചാൽ അതിൻ്റെ ഉപയോഗമൊക്കെ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു കൊടുക്കാം. എടുത്തേ ക്രയോൺസ് ഇതെന്താണിത് എന്താണ് പറഞ്ഞേ എന്താണിത്? കുഞ്ഞിനെ കൊണ്ട് അറിയാവുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ കുഞ്ഞിനെ കൊണ്ട് ഇതെന്താണ് ക്രയോൺസ് എന്തിനാണിത് കളർ അടിക്കാൻ അല്ലേ? എന്തിനാണിത്? കളറടിക്കാനാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ കുഞ്ഞിനെ കൊണ്ട് ഇതിൻ്റെ ഉപയോഗവും അതെല്ലാം ഇതിനിടയിൽ നമുക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടേ ഇരിക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ബോർഡ് എടുക്കുക. ബോർഡില്ലെങ്കിൽ നമുക്കൊരു നോട്ട് ബുക്കായാലും മതി, ഏതെങ്കിലും പേപ്പറായാലും മതി. അപ്പോൾ അതിലെടുത്തിട്ട് ഇത് വൈറ്റ് ബോർഡാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് വൈറ്റ് ബോർഡും ഇത് സ്ലേറ്റ് പോലെയും ഉപയോഗിക്കാം. അപ്പോൾ നല്ലൊരു സ്ലേറ്റ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇപ്പം അതിൽ ഒരു ചെറിയൊരു സർക്കിൾ വല്ലതും വരച്ചു കൊടുക്കുക. ചെറിയ സർക്കിൾ വരച്ചു കൊടുക്കുക. എന്നിട്ട് കുഞ്ഞിനെ കൊണ്ട് ആദ്യം ചെറിയ വലിയ ബീഡ്സ് എടുത്ത് വയ്ക്കാൻ പറഞ്ഞു കൊടുക്കുക. ഈ ഒരു ഷേപ്പിൽ കുഞ്ഞിനെ വയ്ക്കാനായിട്ട് പറഞ്ഞു കൊടുക്കുക. ആദ്യം ഇത്രയും വലുപ്പമുള്ള സർക്കിൾ വേണ്ട, ചെറുത് മതി. കാരണം കുഞ്ഞ് ആദ്യമേ വലുത് ചെയ്യാനിപ്പം എല്ലാം മടിക്കും. അപ്പോൾ അതുകൊണ്ട് ചെറിയ സർക്കിൾ വരച്ചു കൊടുക്കുക. ആദ്യം അതിൽ ഈ വലിയ ബീഡ്സിനെ കൊണ്ട് എടുത്ത് വയ്ക്കാൻ പറയുക. അത് കഴിഞ്ഞ് നമുക്ക് ഈ ചെറിയ പയർ കൊണ്ടോ ഇതുപോലെ ധാന്യങ്ങൾ വെച്ച് കുഞ്ഞിനെ ആ ഷേപ്പിലൂടെ വയ്ക്കാനായിട്ട് പറഞ്ഞു കൊടുക്കുക. ഇതിങ്ങനെ ചെയ്യുമ്പം ഈ ആക്ടിവിറ്റി ചെയ്യുന്നതുകൊണ്ട് കുഞ്ഞിന് അറ്റൻഷനും ഐ കോണ്ടാക്റ്റും ഒക്കെ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ സെൻസറി ഇഷ്യൂസും കൺട്രോൾ ആവുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സെൻസറി ഇതെന്ന് പറഞ്ഞാൽ സെൻസറി ബിന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് ഈ സൂചി മീൻസ് റവയുടെ ഇടയിൽ നിന്ന് ഈ ബീഡ്സ് ഇങ്ങനെ എടുക്കുക. അപ്പോൾ ഒരു ടച്ച് സെൻസേഷൻ കുഞ്ഞിനുണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലൊരു ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് അറ്റൻഷൻ ഫോക്കസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ആ ലൈനിലൂടെ വയ്ക്കാനൊക്കെ കുഞ്ഞ് ഇതിൽ നോക്കുന്നുണ്ട്. അപ്പോൾ ഐ കോണ്ടാക്റ്റും ഈ ആക്ടിവിറ്റിയിലൂടെ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ഉണ്ടോ? ഇങ്ങനെയാണ് വച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുഞ്ഞിന് കളർ അറിയാവുന്ന കുട്ടികളാണെങ്കിൽ റെഡ് കളർ എടുത്ത് അങ്ങനെ ഓരോ കളർ കുഞ്ഞിനെ കൊണ്ട് എടുപ്പിച്ച് ഇങ്ങനെ വയ്ക്കാം. അപ്പോൾ കുറച്ചും കൂടെ പയറുണ്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ സഹായിച്ചു കൊടുക്കണം ഇങ്ങനെ. ഇല്ലെങ്കിൽ ഡബിൾ ലൈൻ വരച്ചിട്ട് അതിൻ്റെ ഇടയിൽ വെക്കാനായിട്ട് പറഞ്ഞു കൊടുക്കാതെ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഷേപ്പ് വരച്ച് ഇങ്ങനെ ട്രൈ ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് ചെയ്തത്. വേണമെങ്കിൽ ഒരു പേപ്പറിൽ നമ്മൾ ഗമ്മ് വെച്ച് ആ ഷേപ്പിനെ വരച്ചിട്ട് അതിൻ്റെ പുറത്ത് കുഞ്ഞിനെ കൊണ്ട് ഇങ്ങനെ പയറൊട്ടിക്കാനായിട്ട് പറയുക. അപ്പോൾ ഇതിങ്ങനെ തെന്നി മാറത്തില്ല. ഇതിപ്പം ഇങ്ങനെ വയ്ക്കുമ്പം കുഞ്ഞിന് അത് ഒന്നാമത്തെ അറ്റൻഷൻ കുറവായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അല്ലെങ്കിൽ ഇതുപോലെ ഡബിൾ ലൈൻ വരച്ചിട്ട് അതിൻ്റെ അകത്തൂടെ വയ്ക്കാനായിട്ട് പറഞ്ഞെടുക്കുക. അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റി എത്രയാണ്? കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ ആക്ടിവിറ്റിയൊക്കെ ചെയ്യിപ്പിക്കുക. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അറ്റൻഷനും ഐ കോണ്ടാക്റ്റും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ നല്ല ആക്ടിവിറ്റീസായിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.
താങ്ക് യു. ടേക്ക് കെയർ. ബൈ.